5000-നും 5500-നും ഇടയ്ക്കുള്ള റണ്ണിങ് ഷൂസ് പാർട്ട് 2. ഇന്ത്യൻ കണ്ടീഷൻസിന് വേണ്ടി പ്യൂമ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഒരു ഷൂ ആണ് പ്യൂമയുടെ പൗണ്ട്സ് ലൈറ്റ്. ഇതിന്റെ MRP വരുന്നത് 4999 ആണ്. ഇത് 2 കളർവേയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, റെഡും വൈറ്റും. പ്യൂമയുടെ ഏറ്റവും ലൈറ്റ് ഫോമായ പ്യൂമ ലൈറ്റ് ഫോമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അൾട്രാ ലൈറ്റ് വെയിറ്റ് ഷൂ ആണ്. എൻട്രി ലെവൽ ഷൂ തന്നെയാണ്. ഇതിൽ പ്യൂമയുടെ പ്രോ ട്രെഡ് ആണ് ഔട്ട്സോൾ ആയിട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റ് ബിഗിനേഴ്സിന് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ASICസിന്റെ എൻട്രി ലെവൽ റണ്ണിംഗ് ഷൂസിൽ ഏറ്റവും പോപ്പുലർ ആയ മോഡൽസിൽ ഒന്നാണ് പേട്രിയോട്ട് സീരീസ്. പേട്രിയോട്ട് സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ആണ് ASICസിന്റെ പേട്രിയോട്ട് 14. ഈ പേട്രിയോട്ട് 14ന്റെ എല്ലാ കളർ വേസും ഇപ്പോൾ ASICസിന്റെ വെബ്സൈറ്റിൽ 5499-ന് അവൈലബിൾ ആണ്. ജെൽ കുഷനിൽ വരുന്ന ആ ഒരു സോഫ്റ്റ്നെസ് ഇതിൽ വരത്തില്ല. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ ഒരു ഫേം ആയിട്ടുള്ള ഔട്ട്സോളും ഫേം ആയിട്ടുള്ള ഇൻസോളും അല്ലെങ്കിൽ കുറച്ചും കൂടെ റെസ്പോൺസീവ്നെസ് ഒക്കെയാണ് വേണ്ട കംഫർട്ടിനെക്കാളും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്പീഡ് വർക്കാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് റീബോക്കിന്റെ എനർജൻ സ്പീഡ്. പേരിലുള്ള സ്പീഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു ലോ സ്റ്റാക്ക് ടൈപ്പ്, വളരെ ലോ പ്രൊഫൈലുള്ള ഒരു റണ്ണിങ് ഷൂസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് എനർജി റിട്ടേണും കുഷനിങ്ങും ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്ന പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു റണ്ണിങ് ഷൂ ആണ് സ്പീഡ് വർക്കിന് വേണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് റീബോക്കിന്റെ എനർജൻ സ്പീഡ്. ഇതിന്റെ പ്രൈസ് ഇപ്പോൾ വരുന്നത് 5319 ആണ്. കളർ വൈസ് കുറച്ച് ലിമിറ്റഡ് ആണ്, 1-2 കളേഴ്സേ ഞാൻ കണ്ടോളൂ. ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം റോഡ് റണ്ണിങ് ഷൂ ആണെങ്കിലും അടുത്ത പറയാൻ പോകുന്ന ഒരു ട്രയൽ റണ്ണിങ് ഷൂ ആണ്. ASICസിന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടുകൊണ്ട് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ASICസിന്റെ ഫ്യൂജി ലൈറ്റ് 6 ആണ് ഞാൻ പറഞ്ഞു വരുന്ന ഈ ട്രയൽ റണ്ണിങ് ഷൂ. സോ ഇത് റോഡിന് പറ്റിയ ഷൂ അല്ല, റോഡിലിട്ട് ഓടാനും പറ്റില്ല. കാരണം അതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത് എക്സ്ക്ലൂസീവ്ലി ട്രയൽ റണ്ണിങ്ങിന് വേണ്ടിയാണ്. അതും ഒരു 25-30 കിലോമീറ്റർ വരെയുള്ള ട്രയൽസ് ഒക്കെ ഓടാനാണ്. ഒരുപാട് ലോങ് ഓടാൻ പറ്റില്ല കാരണം ഇതൊരു ലോ സ്റ്റാക്ക് ആയിട്ട് ഷൂ ആണ്. സോ ഫ്യൂജി ലൈറ്റ് 6ന്റെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോമാണ് FF ബ്ലാസ്റ്റ് ആണ്. നോവ ബ്ലാസ്റ്റ് വരുന്നത് FF ബ്ലാസ്റ്റ് ആണ്, പക്ഷേ അത് FF ബ്ലാസ്റ്റിന്റെ മാക്സ് എന്ന് പറഞ്ഞ കുഷനിങ് ആണ് വരുന്നത്. ഇതിൽ വരുന്നത് FF ബ്ലാസ്റ്റിന്റെ ഒരു എക്കോ കുഷനിങ് ആണ്. അത് കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്, കുറച്ചും കൂടെ ട്രയൽ റണ്ണിങ്ങിന് വേണ്ടിയുള്ളതാണ്. ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയാനാണെങ്കിൽ ഇതിന്റെ അണ്ടർ ഫുട്ടിൽ റോക്ക് ഗാർഡ് ഒന്നും വരുന്നില്ല. പല ട്രയൽ റണ്ണിങ് ഷൂസിൽ അത് വരാറുണ്ട്, കല്ലൊക്കെ തട്ടിയാൽ നമുക്ക് വേദന അറിയാതിരിക്കാനായിട്ട്. ഇതിൽ അങ്ങനെയൊന്നും വരുന്നില്ല. ട്രയൽ റണ്ണേഴ്സിന് ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് ASICസിന്റെ ഫ്യൂജി ലൈറ്റ് 6. അങ്ങനെ 5000-നും 5500-നും ഇടയ്ക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ നല്ല റണ്ണിങ് ഷൂസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ദിവസം കവർ ചെയ്യാൻ പോണ 5500-നും 6000-നും ഇടയ്ക്ക് വരുന്ന റണ്ണിങ് ഷൂസ് ആയിരിക്കും. അപ്പോൾ ആ വീഡിയോ ഒക്കെ മിസ്സാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഈ റണ്ണിങ് ഷൂ സീരീസിനെ പറ്റി ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ആഡ് ചെയ്യുക. ഇതുപോലെ റണ്ണിങ് ഷൂസിനെ പറ്റി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.